സഹോദരങ്ങളെ, 3 ദിവസമായി നമ്മുടെ ഈ സദസ്സിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളുടെ കശാഫുൽ ഉലൂം മദ്രസയിൽ നിന്നും ഫാരിഗാകുന്ന വിദ്യാർത്ഥികൾക്കുള്ള സനദ്ദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ സനദ്ദാന പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ തലയെടുപ്പുള്ള മഹാനായ പണ്ഡിതൻ അമീറെ ശരിയാത്ത് കർണാടക സബീലുർ റഷാദിൻ്റെ മുദീർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെയും ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് അഷ്റഫലി ഹസ്രത്ത് അവറുകളാണ്. മഹാനവറുകളെ നമ്മളുടെ ഉസ്താദ് ആദരിക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. മുറഹബു തറഹാബിൻ ഹാറിം മിൻ സമീമി അഫ്ഇദത്തിന വഹമീമി അക്ബാദിന ഇലാ സമാഹത്തി ഷെയ്ഖുൽ ഉസ്താദുൽ അസാത്തീദ് വഅമീറു ശരീഅ വമുദീറുൽ ജാമിഅൽ ഇസ്ലാമിയ സബീലുർ റഷാദ് മൗലാന അഷ്റഫലി ഹദ്റത്ത് അദാമല്ലാഹു ദില്ലഹു അദ്ഉക്കും ഇലാ ഹാദിഹിൽ ഹഫ്ലത്തിൽ മുബാറകത്തിൽ സനിയ ലിഇൽഖാഇ കലിമത്തിൻ വജീസ. മഹാനവറുകളുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് കശാഫുൽ ഉലൂമിലെ പ്രധാന അധ്യാപകൻ ജമിയത്തെ ഉലമായ ഹിന്ദ് സംസ്ഥാന ഘടക മുഫ്തി ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവറുകളാണ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله الله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثقيلا. إن ناشئة الليل هي أشد وطئا وأقوم قيلا. إن لك في النهار سبحا طويلا. واذكر اسم ربك وتبتل إليه تبتيلا. رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. واصبر على ما يقولون واهجرهم هجرا جميلا. وذرني والمكذبين أولي النعمة ومهلهم قليلا. إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. إنا أرسلنا إليكم رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا. فعصى فرعون الرسول فأخذناه أخذا وبيلا.
فكيف تتقون إن كفرتم يوما يجعل الولدان شيبا السماء منفطر به كان وعده مفعولا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا صدق اللہ. اللہ کا نام لیتا ہوں، اس کی حمد و ثنا کرتا ہوں، اس کی بارگاہ قدس میں اس توفیق کے لیے سجدہ شکر بجا لاتا ہوں اور اسی سے توفیق مزید مانگتا ہوں. سرکار دو عالم صلی اللہ علیہ وسلم کے دربار باوقار میں ہدیہ درود و سلام پیش کرنے کی سعادت پاتا ہوں. حضرات صحابہ، تابعین و تبع تابعین، ائمہ مجتہدین، مفسرین و محدثین و متکلمین، علماء کرام، بزرگان دین، مبلغین اسلام، مختلف دینی، ملی، سماجی، معاشرتی اداروں کی بیشتر خدمات، متعدد دینی مدرسوں، دارالعلوم و جامعات کی علمی، عملی، زرین خدمات کا ایک طویل سلسلہ ہے جس سے یہ امت مسلسل مستفیض ہوتی رہی ہے اور ہوتی رہے گی. ہم ان تمام خدمات کو خراج تحسین پیش کرتے ہیں اور ان کے لیے دعائے خیر کرتے ہیں. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ അല്ലാഹുവിന് സ്തുതിയും അല്ലാഹുവിൻ്റെ പൂർണ്ണമായ സനാഉം അർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ തൗഫീഖിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുന്നു. അല്ലാഹുവിനോട് തന്നെ തൗഫീഖ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയും അല്ലാഹുവിൻ്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ സലാത്ത് സലാമിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്ന ഭാഗ്യം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. സഹാബാക്കൾ, താബിഈങ്ങൾ, ഫുഖഹാക്കൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ലോകത്ത് പല നിലയിലുള്ള സേവനങ്ങൾ ചെയ്യുന്ന സാമൂഹ്യമായ, സാമുദായികമായ എല്ലാ നിലയിലുള്ള സേവനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകൾ, മദ്രസകൾ, യൂണിവേഴ്സിറ്റികൾ, അറബി കോളേജുകൾ, ഇങ്ങനത്തെ ദീനിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ ചെയ്ത് ലോകത്ത് സമുദായത്തിൻ്റെ എപ്പോഴും അവരിൽ നിന്ന് പ്രയോജനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയും എല്ലാ നിലയിലും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഏതെല്ലാം സേവനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടോ ഇങ്ങനത്തെ മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും ആത്മാർത്ഥമായി പ്രശംസിച്ചുകൊണ്ടും അവർക്കെല്ലാം നല്ലത് നേർന്നുകൊണ്ടും ഞാൻ ആരംഭിക്കുന്നു. اس مبارک مجلس میں ملک کے مشاہیر علماء، کیرلا کے جید علماء، مدارس کے ذمہ داران، ملت کے عمائدین، دین سے اور علم دین سے تعلق اور محبت رکھنے والے بزرگان محترم شریک ہیں. اس شرکت کی بنیاد یہی ہے کہ آنے والوں کو مدرسے سے تعلق ہے، دین سے تعلق ہے، علم دین سے دلچسپی ہے، ہونے والے علماء سے محبت ہے، ان کی دل میں عظمت ہے، ان کو دیکھنے کے لیے محبت کی نگاہ ان پر ڈالنے کے لیے، ان کی ہمت افزائی کے لیے یہ حضرات یہاں جمع ہیں. اور 3 دن سے مجھے معلوم ہوا کہ یہ جلسہ یہاں چل رہا ہے. حضرات علماء کی تقریریں ہوئیں،
खिताबात हुए, अहम अहम बातें उनके सामने आई, हाज़रीन के सामने। और आज भी सुबह से ये सिलसिला जारी है और मुझसे पहले, इस मजलिस से पहले बहुत से उलमा ने बहुत सी कीमती बातें लोगों के सामने इरशाद फरमाई और लोगों ने उनसे इस्तिफादा किया। ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ ധാരാളം ഉലമാക്കൾ, പല ഇൽമിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, സമുദായ നേതാക്കന്മാർ, പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഉയർന്ന ആളുകളെല്ലാം ഇതിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്നുകൂടിയതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം അവർക്കെല്ലാവർക്കും ഇൽമിനോടും ദീനിനോടും ഇൽമിൻ്റെ ആളുകളോടും വലിയ ബന്ധവും സ്നേഹവുമുണ്ട്. അവരെ നന്നായി കാണാനും നല്ല കണ്ണുകളോടുകൂടി അവരെ നോക്കാനും ആഗ്രഹമുണ്ട്. അവരുടെ ഹൃദയത്തിൽ ദീനിനോടും ദീനിൻ്റെ ആളുകളോടും ഇൽമിനോടും ഇൽമുമായി ബന്ധപ്പെട്ടവരോടും ഇവിടെ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി പോകുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഉലമാക്കളോടുമെല്ലാം വളരെ ബഹുമാനവും സ്നേഹവും ആദരവുമെല്ലാം അവരുടെ ഹൃദയങ്ങളിലുണ്ട് എന്നതിൻ്റെ ലക്ഷ്യമാണ്. ആ ഉദ്ദേശത്തിലാണ് എല്ലാവരും വന്നു കൂടിയിരിക്കുന്നത്. 3 ദിവസങ്ങളോളമായി ഈ സദസ്സ് ഇവിടെ നടക്കുന്നു എന്നെനിക്കറിയാൻ കഴിഞ്ഞു. ധാരാളം ഉലമാക്കൾ ഒരുപാട് ഉപദേശങ്ങളും വലിയ വിലപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഇവിടെ കൂടിയ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകാം. ഇന്നും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുമ്പും ധാരാളം ഉലമാക്കൾ ഇവിടെ വലിയ ഉയർന്ന സാരസമ്പൂർണമായ ഉപദേശങ്ങളെല്ലാം നടത്തിക്കാണും. അതെല്ലാം സദസ്സിൽ പങ്കെടുത്ത ആളുകൾ കേട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കും. मैं एक छोटा सा तालिब इल्म हूँ, बहुत छोटा, बहुत ही छोटा। उम्र ज़्यादा हो गई होगी, बूढ़ा हो गया होऊंगा, उससे इनकार नहीं है। लेकिन बुजुर्गी बाक़लस्त न बसार, बुजुर्गी इल्म से, अमल से, तक़वे से, तहारत से, खौफ इलाही और खशियत खुदाबंदी से पैदा होती है। उम्र की वजह से बुजुर्गी नहीं आती। सादी ने बहुत पहले हमारी इब्तिदाई तालीम ही के ज़माने में हमारे सामने असातिज़ा के वास्ते से ये रख दिया था और बता दिया था कि बुजुर्गी उम्र की वजह से नहीं आती, बुजुर्गी अक्ल, इल्म, फ़हम, समझ और इन जैसे औसाफ की वजह से आती है। इन औसाफ में से कोई मेरे अंदर नहीं, इसलिए मैं अपने आप को बहुत छोटा वाक़यातन समझता हूँ। और इतने बड़े जलसे में ये मौलाना अब्दुल करीम साहब दामत बरकातहुम का करम है, इनायत है, मेहरबानी है, खुर्द नवाजी है कि उन्होंने मुझे यहाँ याद फरमाया। और इससे पहले भी वो याद फरमाते रहे हैं। उनकी मोहब्बत की वजह से आज भी उन्होंने हुक्म दिया, मैं हाजिर हो गया हूँ। मेरी बचकाना बातों से और तिफलाना गुफ्तगू से अगर बैठे हुए इन हजरात को कोई दिलचस्पी न हो तो उसकी शिकायत मुझसे न कीजिए, मौलाना अब्दुल करीम साहब से कीजिए। ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ്. വളരെ ചെറുതാണ്, ഏറ്റവും ചെറുതാണ്. കാഴ്ചയിൽ പ്രായം കൂടുതലുണ്ടായിരിക്കാം, വയസ്സായി തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രായം കൂടുതലാകുന്നത് കൊണ്ടോ വയസ്സാകുന്നതിൻ്റെ പേരിലോ ഒന്നും മഹത്വം ഉണ്ടാവുകയില്ല. മഹത്വം അറിവിൻ്റെ പേരിലും വിവരം കൂടുതലുണ്ടാകുന്നതിൻ്റെ പേരിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധി വൈഭവവുമെല്ലാം കൂടുതലുണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നന്നാവുകയും ഇൽമും ഇബാദത്തുമെല്ലാം വർദ്ധിക്കുകയും തഖ്വായും തഹാറത്തുമെല്ലാം പരിശുദ്ധിയും ജീവിതത്തിൽ ഉണ്ടാവുകയുമെല്ലാം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനിൽ മഹത്വം ഉണ്ടാകുന്നത്. വെറും പ്രായം കൂടുതലാകുന്നത് കൊണ്ട് ഒരിക്കലും മഹത്വം ഉണ്ടാവുകയില്ല. ഇത് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ മഹാന്മാരായ ഞങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്നും ഞങ്ങൾക്ക് നൽകപ്പെട്ട പാഠമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ പതിഞ്ഞു പോയതുമാണ്. അതിൻ്റെ പേരിൽ പ്രായം കൂടുതലുണ്ട് എന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വാർദ്ധക്യം തോന്നുന്നതിൻ്റെ പേരിലോ
ഒരു മഹത്വവുമില്ല. യഥാർത്ഥത്തിൽ തന്നെ ഞാൻ ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാം ആദരണീയനായ നമ്മളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹദരത്ത് അബ്ദുൽ കരീം ദാമത്ത് ബറക്കാത്തുഹും മൗലാന അവർകൾ എന്നെ ഈ സന്ദർഭത്തിൽ ഇങ്ങനത്തെ സദസ്സിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ട് എന്നോട് ചെയ്ത കാരുണ്യത്തിന്റെ പേരിൽ എന്നെ ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. മുമ്പും ഇപ്രകാരം ചെയ്യാറുണ്ട്, അതിന്റെ പേരിൽ ഞാൻ വന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വെറും ഒരു ചെറിയ കുട്ടിയാണെന്ന് തന്നെ മനസ്സിലാക്കി, കുട്ടികൾ പറയുന്നത് പോലെ ചെറിയ കുട്ടികളുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പിഴവുകളോ അപാകതകളോ ഉണ്ടാകുന്നതിന്റെ പേരിൽ കേൾക്കുന്നവർക്ക് സംസാരം ഇഷ്ടപ്പെടാതെ വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്താൽ അതിന്റെ പരാതി നിങ്ങളാരും എന്നോട് പറയരുത്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ ഉസ്താദ് അബ്ദുൽ കരീം ഹസരത്തിന്റെ അടുക്കൽ തന്നെ നിങ്ങൾ ആവലാതിപ്പെടേണ്ടതാണ്. हाज़िरीन गिरामी, मुझे एक बात कहने दीजिए और मेरे इस जज्बे को जाहिर करने की मुझे इजाज़त दीजिए कि पूरे हिंदुस्तान में मुख्तलिफ सलाहियतें रखने वाले, मुख्तलिफ औसाफ रखने वाले, मुख्तलिफ उनकी कैफियत हो सकती है, मुझे किसी से इनकार नहीं। लेकिन आपके इस इलाका जिसे केरला कहते हैं, पूरे हिंदुस्तान में अल्लाह ने खुसूसियत से आपको एक अलग ही मकाम अता फरमाया है। आप इसका एहसास रखते हो न रखते हो, न रखते हो क्यों नहीं रखते होंगे, ज़रूर रखते होंगे कि पूरे मुल्क में ऐसा इलाका पुर अमन, पुर इत्मीनान, सकीना और तसल्ली के साथ, जिसमें अल्लाह के बंदे जिन्हें मुसलमान और मूमिन कहा जाता है जिंदगी गुजारते हों, पूरे मुल्क में ऐसा कोई इलाका नहीं है। मैं हमेशा से, आज नहीं, कितने ही सालों से इसका एहसास रखता हूँ और अपने दोस्तों से, ताल्लुक वालों से कहता हूँ, उलमा से भी कहता हूँ, मुहक्किकीन से भी कहता हूँ कि ज़रा तहकीक तो कीजिए, क्या बुनियादें हैं इसकी कि एक इलाका ऐसा है जिसमें शब रोज़ हंगामे होते रहते हैं, लड़ाइयाँ, झगड़े, फसादात, कत्ल खून, गारतगरी, खूरेजी, इज्जत और आबरू का लूटना, ये मुसलसल चल रहा है। आज़ादी को 60 साल हो गए, आज तक अमन कायम नहीं हुआ। कितने ही इलाके ऐसे, उनकी फजीलतें अपनी जगह, लेकिन ये क्या वजह है कि अमन कायम नहीं होता, दोस्ती कायम नहीं होती, आपस में मुफाहमत नहीं होती, भाईचारा नहीं होता, और रोज कोई न कोई झगड़ा, कोई न कोई फसाद और आफत टूटती है मुसलमानों पर, बर्फ गिरती है तो बेचारे मुसलमानों पर। इकबाल ने कहा था, तो क्या वजह है? खैर उन वजूहात की तलाश करते रहेंगे लोग। मैं जो कह रहा हूं वो ये है कि क्या वजह है कि जनूबी हिंद का ये आखिरी खित्ता, अल्लाह इसको नजर बद से महफूज रखे और ये अमन और अमान और चैन और सुकून और इत्मीनान बंदगान खुदा को, तौहीद के मानने वालों को, अल्लाह और अल्लाह के रसूल पर ईमान रखने वालों को यहाँ जो हासिल है वो और जगहों पर क्यों नहीं हासिल है? यहाँ के बिरादरान इस्लाम में वो क्या खूबियाँ हैं, वो क्या औसाफ हैं, वो क्या कमालात हैं जिनकी वजह से अल्लाह ने उन्हें, उनके ऊपर अपनी हिफाजत का पर्दा डाल रखा है और वो इत्मीनान और सुकून के साथ यहाँ आज़ाद हिंदुस्तान में ज़िंदगी गुजार रहे हैं। मैं अपने साथियों से, उलमा से, मिलने जुलने वालों से बार बार कहता हूँ कि इस पर एक मुस्तकिल रिसर्च कीजिए और तहकीक कीजिए और उन औसाफ को बाहर निकालिए
और उन इलाकों वालों को बताइए जिनका ये हाल बद है, और ताकि वो भी इन औसाफ को अपने अंदर पैदा करें, उन खूबियों को अपने अंदर पैदा करें, फिर अल्लाह की वो रहमत अमन व अमान उनको भी मिले, इसकी तहकीक कीजिए. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ആ കാര്യം പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഞാൻ ആ കാര്യം പറയുന്നതിനോട് നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ, നമ്മളുടെ ഈ രാജ്യത്ത് ധാരാളം പ്രദേശങ്ങളുണ്ട്, ധാരാളം സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളെക്കാളെല്ലാം വ്യത്യസ്തമായ ഒരവസ്ഥ ഈ കേരളത്തിനുണ്ട്, കാണുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല, വളരെ കാലങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ കേരളത്തിൽ വളരെ സമാധാനത്തോടുകൂടി, വളരെ ശാന്തമായി അള്ളാഹുവിനെ വഴിപ്പെട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഒരു കുഴപ്പങ്ങളും പ്രയാസങ്ങളുമൊന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി വളരെ സുഖത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. എന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെല്ലാം നോക്കിയാൽ അവിടെയെല്ലാം എന്നും പ്രശ്നങ്ങളാണ്, കുഴപ്പങ്ങളാണ്, അക്രമങ്ങളും കൊള്ളിവെപ്പും കൊലയും മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തലും അഭിമാനങ്ങളെ പിച്ചിച്ചീന്തലും മുതലുകൾ മറ്റും നശിപ്പിക്കലും, ഇങ്ങനെ എല്ലാ സമയത്തും എന്തെങ്കിലുമെല്ലാം പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിക്കൊണ്ടൊരു സമാധാനവും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നു. സ്വാതന്ത്ര്യം നേടിയിട്ട് 60 വർഷക്കാലം കഴിഞ്ഞു, ഇന്നും സമാധാനത്തിന്റെ ഒരു ജീവിതം അവർക്കാർക്കും കിട്ടിയിട്ടില്ല. ഈ സന്ദർഭത്തിൽ തെക്കേ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള ഈ പ്രദേശം, ഈ ചെറിയ പ്രദേശം, ഈ കേരളം എന്നറിയപ്പെടുന്ന പ്രദേശം, ഇവിടെ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ, മുസ്ലിമീങ്ങൾ എന്നറിയപ്പെടുന്നവർ യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? എന്താണ് ഇങ്ങനത്തെ ഒരു കാരണം? ഇവർക്ക് മാത്രം ഇത് നേടാനുണ്ടായത് എന്ന് ഞാനുമായി ബന്ധപ്പെടുന്ന, വളരെ റിസർച്ചുകൾ നടത്തുന്ന, പരിശോധിക്കുന്ന ആളുകളോടെല്ലാം ഞാൻ പറയാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലിന്റെയും പ്രത്യേകമായ കരുണയുടെയും മറയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സമാധാനമായി പരസ്പര ബന്ധത്തോടുകൂടി സഹകരണത്തോടുകൂടി എല്ലാവിധ മതവിഭാഗങ്ങളുമായി സഹകരിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തെല്ലാം കാരണങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നു. മറ്റ് പ്രദേശങ്ങളിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ബാധിക്കാതെ ഇവിടെ സമാധാനമായ നിലയിൽ കഴിഞ്ഞുകൂടുന്നു. ഇതിനെന്തോ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ള സ്ഥലങ്ങളിലും നടപ്പിലാക്കിയാൽ അവർക്കും ഈ നിലയിലുള്ള സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ കഴിയുമല്ലോ. അവർക്കും ഈ ലോകത്തൊരു നിർഭയതയോടുകൂടി കഴിയാനുള്ള അവസ്ഥ കിട്ടുമല്ലോ. മറ്റ് പ്രദേശങ്ങൾക്കൊന്നുമില്ലാത്ത ഈ പ്രത്യേകമായ ഒരു അവസ്ഥ കേരളത്തിന് മാത്രം ഉണ്ടാകാൻ കാരണമെന്ത്? ഇതിനെക്കുറിച്ച് ശരിയായ നിലയിൽ പഠിക്കണമെന്ന് ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ സ്നേഹിതന്മാരായ ആലിമീങ്ങളോടും വലിയ മുഹഖിഖീങ്ങളോടും വലിയ റിസർച്ചുകാരോടുമെല്ലാം ഞാൻ പറഞ്ഞ് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ഈ നിലയിൽ ആയി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ. मैं आपको मुबारकबाद देता हूँ और गुजारिश करता हूँ कि इस पर अल्लाह का आप हजरात शुक्र अदा करते रहें, इधर उधर न देखें, वहाँ क्या है यहाँ क्या है। वहाँ जो हालात हैं वो हम सबको मालूम है। इसलिए अल्लाह ने जो नेमत आपको दी है और जो एहसान आप पर फरमाया है और जो खूबियां आपके अंदर अल्लाह ने रखी हैं, जिसकी वजह से ये अमन और अमान और आश्ती और सुकून, इज्जत और आबरू और अपने तमाम तशख्खुसात और इम्तियाजात के साथ, नमाज के साथ, रोज़ों के साथ, मदारिस के साथ, मसाजिद के साथ, अपने तमाम अलामात के साथ जिंदगी गुजारने का जो अल्लाह ने मौका दिया है, इस पर अल्लाह का शुक्र अदा कीजिए और दिल में ये बात पैदा कीजिए कि जो खूबियां हमारे असलाफ ने हमारे अंदर मुंतकिल की हैं,
हम उनको बाकी रखेंगे बल्कि उनको और तरक्की देंगे। बिरादरान वतन से जो दोस्ताना ताल्लुकात हैं, अच्छे ताल्लुकात हैं, अच्छे रवाबित हैं, इनको भी कायम रखेंगे और मुल्क का ये खित्ता जिस तरह रोशन है, आबाद है, इसी तरह और खित्तों की तरफ भी इनके असरात को जाना चाहिए। ये नहीं कि उधर से कोई बुरे असरात यहाँ पहुँचने लगे। ഈ നല്ല അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഈ അവസ്ഥ നിലനിന്ന് കിട്ടുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ എല്ലാവരോടും ഉപദേശിക്കുന്നു, അള്ളാഹുവിന്റെ ഈ ഉയർന്ന അനുഗ്രഹത്തിന് നിങ്ങൾ എല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും ഇത് നിലനിൽക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുന്നവരായിരിക്കണം. ഈ ഗുണങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഈ അവസ്ഥ അള്ളാഹു തആല നൽകിയത് നിങ്ങളിലുള്ള ചില ഗുണങ്ങളുടെ പേരിലായിരിക്കാം. ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ച് നമസ്കാരം ശരിയായ നിലയിൽ നിലനിർത്തി, നമസ്കാരവും നോമ്പുമെല്ലാം ശരിയായ നിലയിൽ നിർവഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നമ്മളുടെ ഇതര മതസ്ഥരായ മറ്റ് സമുദായങ്ങളോട് വളരെ ബന്ധത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമുള്ള ഒരു ജീവിതം, അങ്ങനത്തെ ഒരു സഹകരണം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഇത് നിലനിന്ന് കിട്ടാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുകയും നമ്മളുടെ മുൻഗാമികളായ ആളുകളിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഈ ഗുണങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ വളരെ കൂടുതൽ ശ്രമിക്കുകയും ഇത് ഇവിടെ മാത്രം ഒതുങ്ങിപ്പോകാതെ ഈ ഗുണങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള, അവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. മറ്റ് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുഴപ്പങ്ങൾ ഉണ്ടാകാം, അവിടെ ഇവിടെയും അവിടെ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അവിടെ പലതും നടക്കട്ടെ. അവിടെ നിന്നുള്ള മോശമായ കാര്യങ്ങൾ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരാൻ നോക്കാതെ എവിടെയുള്ള ഗുണങ്ങളും എവിടെയുള്ള നേട്ടവുമെല്ലാം അവർക്കും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ഈ നില തുടർത്തിക്കൊണ്ടുപോയി ഇതിൽ വീഴ്ച വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് എന്നും ഈ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയും ഇതിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും നിലനിർത്തുകയും അതിനെ ജീവിതത്തിന്റെ വഴിയാക്കി തീർക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുകയും അതിന് അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ പൂർണ്ണമായ നിലയിൽ നന്ദി രേഖപ്പെടുത്തി അള്ളാഹുവിനോട് ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. कुरान मजीद में अल्लाह तबारक व तआला ने फरमाया कि जो लोग तुमसे नहीं लड़ते और तुम्हें यहां से दूसरी जगह जाने का मशवरा नहीं देते, तुम्हें मुल्क बदर करने, शहर बदर करने की साजिशें नहीं करते, उनके साथ अच्छे ताल्लुकात रखना, उनके साथ एहसान का मामला करना, नेक बर्ताव रखना, उनके साथ अदलो इंसाफ का मामला करना, अल्लाह इन चीजों से तुम्हें मना नहीं करता। नहीं कहता खुदा कि तुम बिरादरान वतन के साथ अच्छा बर्ताव न रखो, मेल मिलाप न रखो, उनके साथ इंसाफ न करो, बल्कि दुश्मनी का, अदावत का मामला रखो। खुदा का ये हुक्म नहीं है। खुदा तुम्हें रोकता नहीं इससे कि तुम ऐसे लोगों से जो तुम्हारे साथ अच्छे हैं, तुम ऐसे लोगों से बुरा बर्ताव करो, अच्छा न करो। खुदा ऐसा नहीं कहता। ला यनहाकुमुल्लाहु अनिल्लज़ीना लम युकातिलूकुम फिद्दीन वलम युखरिजूकुम मिन दियारिकुम अन तबर्रूहुम वतुक़सितू इलैहिम इन्नल्लाह युहिब्बुल मुक़सितीन। अल्लाह इंसाफ पसंदों को महबूब रखता है। तुम भी इंसाफ का मामला करो, अच्छे ताल्लुकात रखो, उनके हुकूक पर डाका न डालो, उन्हें परेशान न करो। और रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने जैसा कि फरमाया कि मोमिन वो है जिससे लोग मुतमईन रहें, इत्मीनान हो, अमन से रहें, लोगों को खतरा न हो कि ये मोमिन मेरे पास आकर बैठ गया है, पता नहीं क्या करेगा, खंजर भोंक देगा, गोली चला देगा, क्या करेगा मुझे नहीं मालूम। ये परेशानी दूसरों को नहीं होनी चाहिए। वही साहिब ईमान है, वही मोमिन है।
अल मुमिनु मन अमीनहुन्नास, जिसके बारे में मुतमईन रहे लोग। तो ये कैफियत जो इस इलाके में पाई जाती हैं, अल्लाह का शुक्र अदा करना चाहिए कि मुसलमानों में भी ये कैफियत है और दूसरों में भी यही भाईचारा है। इसको मामूली न समझिए, कोई सीधी सादी बात न समझिए, ये अल्लाह का बहुत बड़ा एहसान है। उन लोगों से इसकी कदर पूछिए जो हमेशा अपने आप को मैदान जंग में महसूस करते हैं। उन्हें ये ख्याल आता रहता है कि हम कहाँ हैं, जंग के मैदान में हैं, पता नहीं इधर से कौन हमला करेगा, इधर से कौन हम पर हमला आवर होगा, उधर से कौन कातिलाना चला आएगा। इस घबराहट के आलम में, इस बेचैनी के आलम में, इस खौफ ज़दगी के आलम में जो लोग जिंदगी गुजार रहे हैं, उनसे पूछिए इसकी कदर व कीमत क्या है, ये अमन कितनी बड़ी चीज है और ये आश्ती कितनी बड़ी चीज है, ये दोस्ती कितनी बड़ी चीज है। अल्लाह ने फरमाया कि तुमको मैं मना नहीं करता इससे कि बिरादराने वतन से अच्छे ताल्लुकात रखो। അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളോട് നിങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളെ എതിർക്കുകയും നിങ്ങളുടെ നാടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളുടെ വീടും മറ്റും ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമെന്ന് നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യാത്ത മറ്റ് നാട്ടുകാരായ നിങ്ങളുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് നല്ല നിലയിൽ പെരുമാറാൻ, അവർക്ക് ഉപകാരം ചെയ്യാൻ, അവരോട് നല്ല നിലയിൽ നിങ്ങൾ സഹകരിക്കാൻ ഒരിക്കലും അല്ലാഹു നിങ്ങളെ തടയുന്നില്ല. അവരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുകയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യുകയും സഹകരിച്ച് നിങ്ങൾ കഴിയുകയും ചെയ്യണം. നിങ്ങൾ അവരുമായി നല്ല നിലയിലാണ് ഇടപെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളുടെ ദീനിൽ നിങ്ങൾക്ക് എതിർ നിൽക്കാതെ നിങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ വഴിപ്പെടാനും ദീൻ കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങളെ അനുവദിക്കുകയും അതിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കുകയും നിങ്ങളോട് ഒരു നിലയിലും അക്രമപരമായി പെരുമാറുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങളുടെ മുതലുകൾ നശിപ്പിക്കുകയോ നിങ്ങളുമായി യാതൊരു നിലയിലും മോശമായ തരത്തിൽ ഇടപെടുകയോ ചെയ്യാത്ത ആളുകളോട്, അവർ നിങ്ങളുടെ നാട്ടുകാരായ ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് വളരെ നല്ല നിലയിൽ നിങ്ങൾ പെരുമാറുകയും അവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്യുകയും അവരോട് നിങ്ങൾ സഹകരിച്ച് കഴിയുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ, യഥാർത്ഥ മുഅ്മിൻ, അവനെക്കുറിച്ച് മറ്റുള്ളവർ നിർഭയനായിരിക്കണം. ആരെങ്കിലും ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യനെ കണ്ടു, മുഅ്മിൻ വന്നടുത്തിരുന്നു, അവൻ ഭയപ്പെടരുത്, എന്റെ അടുത്തൊരു മുഅ്മിൻ, ഒരു മുസ്ലിം വന്നിരുന്നല്ലോ, ഇവൻ എന്നെ എന്ത് ചെയ്യും, എന്നെ ഉപദ്രവിക്കുമോ, ആക്രമിക്കുമോ, അവന്റെ കയ്യിൽ ഏതെങ്കിലും മാരകായുധങ്ങളുണ്ടോ, അവൻ എന്റെ മേൽ വെടിവെക്കുമോ, ഈ നിലയിലുള്ള ചിന്തയിൽ അവൻ ഭയപ്പെട്ട് കഴിയരുത്. അവൻ സമാധാനമായി സന്തോഷത്തോടുകൂടി കഴിയണം. ആ അവസ്ഥയിലുള്ളവനാണ് മുഅ്മിൻ. അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ്. ഒരു നിലയിലുള്ള ശല്യവും ഉണ്ടാകുമെന്ന് പേടിക്കാതെ മറ്റുള്ളവർക്ക് കഴിയാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഅ്മിനിന്റെ സ്വഭാവം ആ നിലയിലായിരിക്കണം. അങ്ങനെ എല്ലാവരുമായി സഹകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനത്തെ ആളുകളോട്, യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാത്ത ആളുകളോട് ഒരു നിലയിലും സഹകരിക്കുന്നതിന് അള്ളാഹു തടസ്സമേ അല്ല. അള്ളാഹു മുഅ്മിനീങ്ങളെ തടയുന്നില്ല. അവരുമായി നല്ല നിലയിൽ ഇടപഴകാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇങ്ങനത്തെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായി മനസ്സിലാക്കരുത്. ഇതൊരു സാധാരണ വിഷയമാണെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ വളരെ വിലപ്പെട്ട നിഅമത്താണിത്. ഇത് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ സ്വന്തമായി ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല. ഈ പ്രശ്ന മേഖലകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളോട് ചോദിച്ചു നോക്കണം. അവർ സ്വയം അവരെ എല്ലാ സന്ദർഭങ്ങളിലും യുദ്ധക്കളത്തിലായിട്ട് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, ഏത് ഭാഗത്ത് നിന്ന് അക്രമമുണ്ടാകും, ഏത് ഭാഗത്ത് നിന്ന് നമ്മളെ ഉപദ്രവിക്കപ്പെടും, എന്തെല്ലാമാണ് നമ്മളുടെ മേൽ നാളെ നടക്കാൻ പോകുന്നത് എന്നറിയാതെ ഭീരുക്കളായി ഭയത്തിന്റെ നിഴലിൽ വളരെ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ആ നിലയിൽ ജീവിക്കുന്ന മറ്റ് പ്രദേശക്കാരായ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ ഈ നിഅമത്തിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന ഈ വലിയ നിഅമത്തിനെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കി
മനസ്സിലാക്കുകയും അതിന് വേണ്ട നിലയിലുള്ള മതിപ്പ് നൽകുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യം. अल्लाह का आपसे कोई रिश्ता तो नहीं है, कोई क़राबत है क्या? अल्लाह तबारक व तआला रिश्तों नातों से पाक है, बुलंद बाला है. उसका न बेटा है न बेटी है, न बाप है न माँ है न बीवी है, कुछ नहीं. सबके साथ उसका यकसा सलूक है. आपके साथ ये जो मामला यहाँ चल रहा है, कोई तो खूबी होगी, कोई तो कमाल होगा, कोई तो खास खुसूसियत होगी जिसकी वजह से ये कैफियत है. इसी तरह आपके तुफैल में मेरा एहसास ये है कि पड़ोसी रियासतों में भी बहरहाल कुछ न कुछ अमन, कुछ न कुछ सुकून, कुछ न कुछ इत्मीनान, बाहमी ताल्लुकात में बेहतरी है. लेकिन और आगे बढ़िए तो परेशानियां ही परेशानियां. इसलिए आप अपने आप को देखिए, अपनी खूबियों पर नजर डालिए, उलमा से पूछिए और उन खूबियों को मजीद मजबूत और मुस्तहकम कीजिए. नजर बद किसी की न लगे आपको, और ये अमन व अमान का खित्ता इसी तरह अमन व अमान का गहवारा बना रहे. मैं दुआ करता हूँ और आपसे कहता हूँ कि आप किसी दूसरे की तरफ नजर न उठाइए, उधर न देखिए, इधर न देखिए, बल्कि आप अपने उलमा के साथ, अपने बुजुर्गों के साथ, अपने कायदीन के साथ इस मुल्क में, इस इलाके में इसी तरह अमन व अमान के साथ रहने की कोशिशों को जारी रखिए. उन कमालात में जो अल्लाह ने आपके अंदर रखे हैं, किसी तरह का इन्हितार और किसी तरह की कमजोरी पैदा होने न दीजिए. അള്ളാഹുവുമായിട്ട് നിങ്ങൾക്ക് പ്രത്യേക ബന്ധമൊന്നുമില്ല, അള്ളാഹുവുമായിട്ട് പ്രത്യേകമായ ഒരു അടുപ്പവുമില്ല, അള്ളാഹുവിന് ആരുമായിട്ടും അങ്ങനത്തെ ബന്ധമില്ല. അള്ളാഹു തആല പിതാവോ മക്കളോ മാതാവോ ഭാര്യയോ അങ്ങനത്തെ യാതൊരു ബന്ധങ്ങളും ഇല്ലാത്തവനാണ്. ഇങ്ങനത്തെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവൻ ഒഴിവായവനും ഉന്നതനുമാണ്. അങ്ങനത്തെ യാതൊരു ബന്ധങ്ങളുമില്ല. പിന്നെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു? ഏതോ ചില നല്ല ഗുണങ്ങൾ, ഏതോ ചില സൽഗുണങ്ങൾ നിങ്ങളിലുള്ളതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥ നിലനിർത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ പരിസരത്തുള്ള അടുത്ത നാടുകളിൽ, സ്റ്റേറ്റുകളിലെല്ലാം നോക്കിയാൽ അവിടെയുമുണ്ട് ഇതിന്റെ ചില ആധാറുകൾ, ചില കാര്യങ്ങളെല്ലാം അവിടെയും നടക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ്, എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങളാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കരുത്, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹത്തിലേക്ക് നോക്കി പരസ്പരമുള്ള ബന്ധങ്ങളെ നന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു യോഗ്യതകളും ഏതൊരു സൽഗുണങ്ങളുമാണോ നിങ്ങൾക്ക് നൽകുകയും അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഈ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ നൽകുകയും ചെയ്തിരിക്കുന്നത്, അതിനെ നിലനിർത്താൻ നിങ്ങളുടെ ആലിമീങ്ങളുമായി, നിങ്ങളുടെ നേതാക്കന്മാരുമായി, നിങ്ങളുടെ നല്ല ആളുകളുമായി ആലോചിച്ച് സഹകരിച്ച് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മറ്റിതര സമുദായങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ നിലനിർത്തുകയും അതിനെ നിങ്ങൾ ദൃഢമാക്കുകയും ചെയ്യുകയും അങ്ങനത്തെ ഏതെല്ലാം ഗുണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ അതിൽ അവിടെയും ഇവിടെയും നോക്കി ഒരിക്കലും അധപ്പതനമുണ്ടാകാതെ, ആ അധപ്പതനത്തിന്റെ പേരിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഈ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകാതെ സൂക്ഷിക്കുകയും അതിനെ നിലനിർത്താനും പുരോഗമിപ്പിക്കാനും വേണ്ടി എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ നിലയിലും കൂട്ടമായ നിലയിൽ പരിശ്രമിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുകയും ചെയ്യാൻ ഇതിനെ അല്ലാഹു നിലനിർത്തി തരാൻ വേണ്ടിയും പരിശ്രമിക്കുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കി അതും ഇതും നോക്കിക്കൊണ്ട് പ്രശ്നങ്ങളിലേക്ക് വീഴാതെ സന്തോഷമായി സമാധാനമായി നല്ല അവസ്ഥയിൽ കഴിഞ്ഞുകൂടാൻ നോക്കി അല്ലാഹു തആല ചെയ്ത ഈ നിഅമത്തിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കി ഇതിനെ ശരിയായ നിലയിൽ വിലമതിക്കുന്നവരായി. एक बात थी जो दिल में पैदा हो रही थी और हमेशा रहती है, मैंने आज उसका आप हजरात के सामने इजहार किया कि आपको अल्लाह ने एक बहुत बड़ी खूबी दी है, उसका शुक्र अदा कीजिए. बुजुर्गान मुहतरम, आगे ये मदरसा कशाफुल उलूम और इस मदरसे की तालीमात और यहाँ कुरान व हदीस का पढ़ना पढ़ाना, दर्स व तदरीस और उसके नतीजे में इन तलबा का यहाँ से फारिग होना और सनद लेकर यहाँ से निकलना
اور دین کی خدمت کے لیے اپنے آپ کو وقف کر دینا، یہ اس جلسے کا موضوع تھا، اس اجلاس کا عنوان تھا۔ مجھے اس کے بارے میں کہنا تھا، میں نے پتہ نہیں کیا شروع کر دیا، لیکن وہ بہت ضروری بات تھی، اور میں سمجھتا ہوں کہ اس مجمع کے واسطے سے یہ بات دور دور تک جائے گی، اور اس کا اثر انشاءاللہ خداوند کریم پیدا فرمائیں گے، اور اس کے نتیجے میں ان کمالات کو وہ لوگ بھی، ہم جیسے لوگ بھی اپنے اندر پیدا کرنے کی کوششیں کریں گے، جس کے نتیجے میں یہ پورا ملک امن و امان کا گہوارہ بنے گا، اور اختلافات اور دشمنیاں اور عداوتیں ان سب کے اختتام کا انشاءاللہ ایک دن آئے گا۔ بزرگان محترم، رسول اللہ صلی اللہ علیہ وسلم اس دنیا میں تشریف لائے، اور کیا لے کر آئے؟ قرآن مجید لے کر آئے۔ کیا پھیلاتے رہے آپ؟ قرآن مجید پھیلاتے رہے، قرآن مجید کی اشاعت فرماتے رہے، قرآن مجید کی تلاوت فرماتے رہے، قرآن مجید کی تعلیم دیتے رہے، اس کے معانی اور مطالب بتاتے رہے، اس کے احکام سمجھاتے رہے، اس کے معارف اور مسائل کھول کھول کر واضح فرماتے رہے، اور جب اس دنیا سے تشریف لے جانے کا وقت قریب آیا تو رسول اللہ صلی اللہ علیہ وسلم نے اعلان فرمایا کہ میں یہی چیز چھوڑ کر تمہارے درمیان سے جا رہا ہوں، جو لے کر آیا تھا، جو پہنچاتا رہا تھا، اسی کو میں چھوڑ کر تمہارے پاس جا رہا ہوں۔ میرے بعد کوئی پیغمبر نہیں، کوئی نبی نہیں، کوئی رسول نہیں، جو چیزیں میں چھوڑ کر جا رہا ہوں دنیا باقی رہنے تک کے لیے وہی چیزیں ہیں۔ جب ان چیزوں کو مضبوطی سے تھامے رہو گے، گمراہی میں نہ پڑو گے، رسول اللہ صلی اللہ علیہ وسلم نے ارشاد فرمایا۔ നാളുകളായി എൻ്റെ മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ വിഷയം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായി പറഞ്ഞുവെന്ന് മാത്രം. നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. കാരണം നിങ്ങൾ വഴിയായിട്ട് ഈ കാര്യം ദൂര സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കുകയും എല്ലാവരിലും ഈ കാര്യങ്ങൾ പ്രചരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയും അതിൽ കൂടി ഏതൊരു ഗുണവും ഏതൊരു മേന്മയും ഏത് തരത്തിലുള്ള സൽഗുണങ്ങളുമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അതിൻ്റെ പേരിൽ ഈ സമാധാനം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരിലേക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ, അത് വിശാലമായ നിലയിൽ എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഇത് മദ്രസയുടെ ജൽസയാണ്. ഫാരിദീങ്ങൾക്ക് ഇവിടെ നിന്നും ധാരാളം കാര്യങ്ങൾ വർഷങ്ങളോളം നിന്ന് ഇൽമു പഠിച്ച് തയ്യാറായിരിക്കുന്ന ഈ ആലിമീങ്ങൾക്ക് അവരുടെ ഫറാഗത്തിന്റെ സനദ് നൽകപ്പെടുന്ന സദസ്സാണ്. ഇവിടെ പറയപ്പെടേണ്ടത് ഇൽമിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഇവരുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ഇവർ ആരാണെന്നും ഇവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും എന്താണ് ഇവർ ചെയ്യേണ്ടതെന്നും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു ഇവിടെ പറയപ്പെടേണ്ടത്. പക്ഷെ മറ്റെന്തോ കാര്യം പറഞ്ഞുപോയത് യാദൃച്ഛികമല്ല, ആഗ്രഹിച്ചിരുന്ന കാര്യം അങ്ങനെ വന്നുപോയി പറഞ്ഞുവെന്ന് മാത്രം. ബഹുമാനികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നമ്മളിലേക്ക് വന്നപ്പോൾ തങ്ങൾ കൊണ്ടുവന്നത് പരിശുദ്ധമായ ഖുർആൻ ശരീഫായിരുന്നു. തങ്ങൾ ഈ ലോകത്ത് ജീവിച്ച കാലത്ത് പ്രചരിപ്പിച്ചത് അതും പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ പഠിപ്പിച്ചു, അതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു, അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളുമെല്ലാം വളരെ വ്യക്തമായ നിലയിൽ ആളുകൾക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ തങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ജോലിയിൽ ഈ ഖുർആൻ ശരീഫ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ തങ്ങൾ കഴിഞ്ഞുകൂടി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തു. തങ്ങൾ ഈ ലോകത്തോട് വിട പറയാനുള്ള സന്ദർഭം അടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 2 വസ്തുക്കൾ വിട്ടിട്ടു പോകും. ഞാൻ ഏതൊരു വസ്തുവാണോ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്,
ഏതാണോ എന്റെ ജീവിതകാലത്ത് മുഴുവനും നിങ്ങളിൽ പ്രചരിപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത്, അതേ 2 വസ്തുക്കൾ ഞാൻ നിങ്ങളിൽ വിട്ടിട്ട് പോകുന്നു. ഇതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. അങ്ങനത്തെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടിട്ട് പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ പറഞ്ഞു. കാരണം ഞാൻ അവസാനത്തെ പ്രവാചകരാണ്, എനിക്ക് ശേഷം ഇനി ഒരു നബിയും വരാനില്ല, ഇനി ഈ ലോകത്ത് മനുഷ്യന്റെ മാർഗദർശനം നൽകാൻ ആരും വരാനില്ല. ഞാൻ ഏത് വസ്തു കൊണ്ടുവന്നോ ഇത് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, എക്കാലത്തേക്കും ലോകാവസാനം വരെയുമുള്ള മുഴുവൻ മനുഷ്യർക്കും നേർവഴി പ്രാപിക്കാൻ, അവർ സത്യമായ നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ 2 വസ്തുക്കളെ മുറുകെ പിടിക്കൽ മാത്രമാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിൽ കൂടി മാത്രമേ അവർക്ക് വിജയിക്കാനും അവരുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനും സാധിക്കുകയുള്ളൂ, രക്ഷപ്പെടാനും വഴിതെറ്റി പോകാതിരിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ 2 വസ്തുക്കളാണ് ഞാൻ കൊണ്ടുവന്നത് തന്നെ നിങ്ങളിൽ വിട്ടിട്ട് പോവുകയും ചെയ്യുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത അവസാനത്തിൽ. आपके इल्म में है कि गारे हिरा में जिब्रील अमीन ने रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की खिदमत में हाजिरी दी थी और अल्लाह की आयतें जिब्रील ने रसूलुल्लाह तक सल्लल्लाहु अलैहि वसल्लम पहुंचाई थी। इक़रा बिस्मि रब्बिकल्लज़ी खलक़ खलक़ल इंसाना मिन अलक़ इक़रा व रब्बुकल अकरम अल्लज़ी अल्लम बिल क़लम अल्लमल इंसान मा लम यअलम। मैं तफसीलात में नहीं जाऊंगा। इन आयतों को लेकर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम गारे हिरा से नमूदार हुए थे, बाहर निकले थे और उसके बाद फिर जो आयतें नाजिल होती रहीं उनको रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम लोगों तक पहुंचाते रहे थे। 23 साल दौरे नबूवत में रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम पर कुरान मजीद की आयतें उतरती रहीं, आपके सीने में महफूज होती रहीं, आपकी जुबान मुबारक से उनकी तिलावत होती रही, लोगों के सामने आप उसे सुनाते रहे, बताते रहे, समझाते रहे, अहकाम जाहिर फरमाते रहे। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का यही सिलसिला रहा पूरे दौरे नबूवत में। कुरान मजीद में अल्लाह तबारक व तआला ने रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की उस परेशानी को दूर फरमाया कि हुजूर को यह एहसास था कि आयतें उतर रही हैं, मेरे सीने में इसे महफूज होना चाहिए ताकि मैं दोबारा उसे पढ़ सकूं। इस ख्याल से आप जल्दी जल्दी उन आयतों को दोहराते थे, उसकी वजह से मजीद जहमत होती थी आपको। अल्लाह ने तसल्ली दी, फरमाया कि पैगंबर कुरान मजीद की हिफाजत के ख्याल से आप अपनी ज़बान मुबारक को जल्दी जल्दी हरकत देने की जहमत गवारा न फरमाएं, आपके सीने में इसे महफूज कर देना, तन्हाई में इसे पढ़वा देना, फिर मजमे आम में इसकी तिलावत करवाना और उसके मानी और मतालिब का बयान करवाना, ये सब हमारी जिम्मेदारी है पैगंबर। इसलिए जब हम पढ़ें यानी हमारा नुमाइंदा आपके सामने हमारी आयतों की तिलावत करे तो आप इत्मीनान से उसकी समाअत फरमाएं, इत्मीनान से सुने, ये आयतें आपके सीने में खुद ब खुद महफूज हो जाएंगी, फिर आप इत्मीनान से इसे पढ़ भी सकेंगे और लोगों के सामने भी पढ़कर इसके मानी और मतालिब की तशरीह और तौज़ीह भी फरमा सकेंगे। अल्लाह ने रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की तसल्ली के लिए फरमाया ला तुहर्रिक बिही लिसानका लिताजल बिही इन्ना अलैना जमअहु व कुरआना फइज़ा क़रअनाहु फत्तबि' क़ुरआना सुम्मा इन्ना अलैना बयाना। उसके बाद फिर रसूलुल्लाह वो जल्दी जल्दी दोहराने की जहमत न फरमाते और इत्मीनान से सुनते रहते, आयतें उतरती रहती, सीने में महफूज हो जाती, फिर आप बेतकल्लुफ उसकी तिलावत फरमाते। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാറ ഹിറായിൽ വസിക്കുന്ന കാലം തങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ പരിശുദ്ധരായ ദൂതർ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾക്ക് വന്ന് അള്ളാഹുവിന്റെ തിരുവചനങ്ങൾ, പരിശുദ്ധമായ വചനങ്ങളുടെ ആരംഭം ഓതി കേൾപ്പിച്ച് തങ്ങൾക്ക് നൽകുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്
ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശദീകരണത്തിലേക്ക് പോവുകയല്ല. ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് നൽകപ്പെടുകയും തങ്ങൾ അതുമായി അവിടെ നിന്ന് വരികയും പിന്നെ തങ്ങളുടെ ജീവിതകാലത്ത് അതിന് ശേഷം തങ്ങൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ആയാത്തുകളെ ജനങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുകയും ജനങ്ങൾക്ക് അതിനെ വിവരിച്ചു കൊടുക്കുകയും അതിനെ വിശദീകരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലോകത്തുള്ള ആളുകൾക്ക് പ്രചരിപ്പിക്കുകയും അവരെ അത് പഠിപ്പിക്കുകയും ചെയ്യലായിരുന്നു തങ്ങളുടെ ജോലി. ദീർഘമായ നുബുവ്വത്തിന്റെ 23 വർഷക്കാലം അള്ളാഹുവിങ്കിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വഹ്യ് വന്നുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം തങ്ങളുടെ അടുക്കൽ എത്തിക്കൊണ്ടിരുന്നു. തങ്ങളുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്ന കലാമിന്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ടിരുന്ന ഈ വഹ്യിന് അള്ളാഹു തആലയുടെ അടിമകളായ മനുഷ്യർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു, ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്നു, അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു, അതിന്റെ വിശദീകരണം നൽകിയിരുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. വളരെ വ്യക്തമായ നിലയിൽ, വളരെ വിശദമായ നിലയിൽ എല്ലാ കാര്യങ്ങളും വളരെ വിവരണത്തോടുകൂടി തങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു തങ്ങളുടെ ജീവിതകാലം മുഴുവനും. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇത് ഓതി കേൾപ്പിക്കേണ്ടതാണല്ലോ, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതാണല്ലോ, ഇതിന്റെ വിശദീകരണവും വിവരണവും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണമല്ലോ. ഞാൻ ഇത് ജിബ്രീൽ എന്റെ അടുക്കൽ ഓതി കേൾപ്പിക്കുമ്പോൾ മറ്റ് ശ്രദ്ധയിലായിപ്പോയാൽ ഇത് മറന്നുപോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകുമല്ലോ എന്നുള്ള ഭയത്തിന്റെ പേരിൽ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽ തങ്ങളുടെ നാവുകൊണ്ടും ഓതുന്ന പതിവുണ്ടായിരുന്നു ആരംഭത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു. തങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ എന്തിനീ പ്രയാസം സഹിക്കുന്നു? തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയുടെ പേരിൽ ഓതി തങ്ങൾ ആ വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഈ പരിശുദ്ധമായ കലാമിനെ തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. ഞാനത് പിന്നീട് തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കും തങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോകുമ്പോഴും അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കാനുമുള്ള തങ്ങൾക്ക് അതിനുള്ള കഴിവ് തരുക, തങ്ങളെ കൊണ്ട് ഓതിപ്പിക്കുക എന്നുള്ളതും അതിന്റെ വിവരണവും വിശദീകരണവും എല്ലാം നൽകുക എന്നുള്ളത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തു കൊള്ളാം. അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ വിഷമിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കേണ്ടി വന്നു. ആ നിലയിൽ തങ്ങൾ ജനങ്ങൾക്ക് അതിനെ വിവരിച്ചു കൊടുക്കാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ കഴിഞ്ഞുകൂടി അല്ലാഹു തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജമഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഈ ആയത്തിറങ്ങിയതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവ് ചലിപ്പിക്കാറില്ലായിരുന്നു. തങ്ങൾ സമാധാനത്തോടുകൂടി തങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന വഹീന്റെ വചനങ്ങളെ തങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷം ജനങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുകയും അതിന്റെ വിവരണം നൽകുകയും അവർക്കത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ये सारी तफसीलात और तौज़ीहात और तशरीहात जो अहादीस की शक्ल में है, ये भी कुरान ही का हिस्सा है. और रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के पास जहाँ आयतें उतरती थीं, उनके मानी व मतालिब भी आपके कल्ब में इल्का किए जाते थे और रसूलुल्लाह उन्हीं को बयान फरमाते थे. अपनी तरफ से कुछ फरमाते नहीं थे. कुरान मजीद में अल्लाह ने फरमाया, वमा यंतिकु अनिल हवा इन हुवा इल्ला वह्युन यूहा. पैगंबर अपनी तरफ से, अपनी ख्वाहिश से कुछ नहीं फरमाते, वो तो वही होती है जो आपकी तरफ भेजी जाती है. तो अल्लाह का ये कलाम किताबुल्लाह कुरान मजीद और फिर उसकी तौज़ीहात और तशरीहात अहादीस शरीफा, ये दोनों ही चीजें अल्लाह की तरफ से रसूलुल्लाह लेकर आए थे. और यही दो चीजें रसूलुल्लाह यहां से छोड़कर तशरीफ ले गए थे. ഹദീസിന്റെ രൂപത്തിൽ ഖുർആനിന്റെ ഈ വിവരണങ്ങളും വിശദീകരണങ്ങളും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വിവരിച്ചു തന്നത്. ഇതും വഹീന്റെ ഒരു ഭാഗം തന്നെയാണ്. സ്വന്തമായ നിലയിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് തങ്ങൾ പറഞ്ഞതല്ല,
തങ്ങൾ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. മുഴുവൻ അള്ളാഹുവിങ്കൽ നിന്നും തങ്ങൾക്ക് അറിയിക്കപ്പെട്ട, തങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുകയും തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത കാര്യങ്ങൾ തങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിവരിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തങ്ങൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഈ ലോകത്ത് പറഞ്ഞിട്ടില്ല. മുഴുവൻ അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെട്ട വഹയിന്റെ സന്ദേശങ്ങൾ മാത്രമാണ് തങ്ങൾ വിവരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇങ്ങനത്തെ ഈ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഈ മുഴുവൻ ഹദീസുകൾ, ഖുർആനിന്റെ ഈ വിവരണം, ഈ വിശദീകരണം, ഈ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ കൊണ്ടുവന്നത്. പരിശുദ്ധമായ അള്ളാഹുവിന്റെ വചനങ്ങൾ, തിരുവചനങ്ങളും അതിന്റെ വിശദീകരണമായ വിവരണമായ അള്ളാഹുവിങ്കിൽ നിന്നും അറിയിക്കപ്പെട്ട അതിന്റെ ഭാഗം തന്നെയായ ഈ വിശാലമായ ഹദീസിന്റെ ശേഖരങ്ങളും ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇവിടെ വിട്ടിട്ട് പോയതും ഇതേ രണ്ട് വസ്തുക്കൾ തന്നെയാണ്. अल्लाह ने फरमाया कि पैगंबर, हमने आप पर कुरान मजीद को उतारा है ताकि आप उतारी हुई आयतों की वजाहत फरमाएं, मतलब जाहिर फरमाएं, अल्लाह की मुराद समझाएं। वअंज़लना इलैका ज़िक्र लितुबय्यिना लिन्नासि मा नुज़्ज़िला इलैहिम। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम कुरान मजीद का मफ़हूम समझाते थे, उसकी तालीम देते थे, अल्लाह की मुराद बताते थे और हजरत सहाबा उन्हें समझते थे। और जहाँ कोई शुबा पैदा होता तो हजरत सहाबा सवालात करते थे। जैसे मदारिस अरबिया दीनिया में तलबा असातिज़ा से इश्काल पेश करते हैं और असातिज़ा उसका हल बताते हैं, इसी तरह रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम से सहाबा के सवालात, सहाबियात के सवालात, इश्कालात, ये सब अहादीस में मौजूद हैं और हुजूर का जवाब देना भी मौजूद है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിങ്കൽ നിന്നും കിട്ടിയ ഈ ഖുർആനിന്റെ വിവരണം സഹാബാക്കളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരണങ്ങൾ നൽകി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ കലാമിനെ ഓതി പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. സഹാബാക്കൾ ഇതിനെ കേട്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും സംശയങ്ങൾ സഹാബാക്കൾക്ക് അതിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ആ സഹാബാക്കൾ സംശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിവരിക്കുകയും തങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. എപ്രകാരം വിദ്യാർത്ഥികൾ അധ്യാപകരുടെ ഉസ്താദന്മാരുടെ മുമ്പിൽ അവരുടെ സംശയങ്ങൾ പറയുകയും ചോദിക്കുകയും ഉസ്താദന്മാർ അതിന് സംശയ നിവാരണം നടത്തി കൊടുക്കുകയും ചെയ്യുമോ, ഇതേ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വിശദീകരണമാണ്, ഈ വിവരണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹദീസിന്റെ കിതാബുകളിൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംശയങ്ങൾ, സഹാബാക്കളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സംശയങ്ങൾ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത സംശയത്തിന്റെ മറുപടികൾ, ഇതെല്ലാം വിശദമായ നിലയിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഈ വിഷയങ്ങളാണ് ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ വിശദമായ നിലയിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേ. हज्जतुल वदा में रसूलुल्लाह ने इसी की तरफ तवज्जो दिलाई कि देखो 23 साल तक मैं तुम्हें जो समझाता रहा, बताता रहा, सिखाता रहा, तालीम देता रहा, उन्हीं को छोड़कर जा रहा हूं। मजबूती से थामे रहोगे तो गुमराही में न पड़ोगे। किताब मेरी, अल्लाह की किताब और मेरी सुन्नत। तरक्तु फीकुम अमरैन अस्सक़लैन लन तदिल्लू मा तमस्सक्तुम बिहिमा किताबुल्लाह व सुन्नतु रसूली। इनको पकड़े रहो मजबूती से, इनको अपने सीने से लगाए रखो, इनको अपने अंदर उतार लो, इनको याद रखो और इनके मुताबिक जिंदगी गुजारो, गुमराही में न पड़ोगे। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, एक हदीस पाक में रसूलुल्लाह ने फरमाया कि उलमा अंबिया के वारिस बनते हैं और अंबिया अपने पीछे वरासत में सोना, चांदी, दिरहम और दीनार नहीं छोड़ कर जाते, वो तो इल्म इलाही छोड़ कर जाते हैं। जो इसको हासिल कर लेता है वो बड़ा खुश नसीब, बड़ा नसीबावर, बहुत बड़ी दौलत
पाने वाला होता है। रसूलुल्लाह ने एक हदीस में ये फरमाया और फिर यहाँ तवज्जो दिलाई कि तुम इनको मजबूती से पकड़े रहो। बुजुर्गान मुहतरम मदारिस अरबी या दीनिया में, कश्शाफुल उलूम में और दूसरे मदरसों में रसूलुल्लाह की छोड़ी हुई इन्हीं दोनों चीज़ों की हिफाजत का, पहुँचाने का, हासिल करने का, याद करने का, सीखने का, सिखाने का सिलसिला जारी है, जिसकी तरफ रसूलुल्लाह ने तवज्जो दिलाई थी। ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം സഹാബാക്കളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഈ 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങളെ ഏതെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചോ, എന്താണോ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തന്നത്, എന്താണോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്ന് നിങ്ങളെ ഇത്രയും കാലവും പഠിപ്പിച്ചത്, അതേ കാര്യത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് ഞാൻ നിങ്ങളിൽ വിട്ടിട്ടു പോകുന്നത്. നിങ്ങളിൽ വിട്ടിട്ടു പോകുന്ന ഈ 2 കാര്യങ്ങളെ ശരിയായ നിലയിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ അസ്സഖലൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി. ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇതിനെ നിങ്ങൾ സൂക്ഷിച്ചോളണം, നിങ്ങൾ മുറുകെ പിടിച്ചോളണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഓർമ്മപ്പെടുത്തി, ഉലമാക്കൾ, അറിവുള്ളവർ അമ്പിയാക്കളുടെ വാരിഥ്യങ്ങളാണ്, നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാർ ഒരിക്കലും അനന്തരാവകാശമായി അവർ സ്വർണമോ വെള്ളിയോ മറ്റ് മുതലുകളോ ഒന്നും വിട്ടിട്ട് പോയിട്ടില്ല. അവർ അനന്തരാവകാശമായി വിട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനങ്ങളുടെ ഇൽമാണ്, ദീനിന്റെ ഇൽമാണ്. ആ ദീനിന്റെ ഇൽമിനെ ആര് കരസ്ഥമാക്കുന്നോ അവർ ഏറ്റവും ഉയർന്ന വളരെ വിലപ്പെട്ട പങ്ക് ഓഹരി നേടിയവരാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാര്യത്തിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയും, ഇതാണ് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് എന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ധാരാളം ഈ മദ്രസകളിൽ, ദീനിന്റെ ഈ സ്ഥാപനങ്ങളിൽ, ഉലൂമുകൾ പഠിപ്പിക്കപ്പെടുന്ന ഈ സ്ഥാപനങ്ങളിൽ, കശ്ശാഫുൽ ഉലൂമിലും ഈ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടിട്ടുപോയ ഇതിനെ സൂക്ഷിക്കാൻ, അതിനെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ പ്രചരിപ്പിക്കാൻ, അതിനെ ജീവിതത്തിൽ പകർത്താൻ ഈ വഴികളാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഈ ഉത്തരവാദിത്വങ്ങളിലേക്കാണ് എല്ലാവരെയും ബോധവാന്മാരാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത്. ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇതിനെ ജീവിതത്തിൽ പകർത്തി ലോകത്ത് ഇതിനെ പ്രചരിപ്പിക്കുകയും ഇതിനെ മുറുകെ പിടിച്ച് ഇതിനെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നെത്തുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായ ഈ മുഴുവൻ കാര്യങ്ങളുടെയും യഥാർത്ഥമായ ലക്ഷ്യം. अजीज फुजला उलमा, आपको अल्लाह का शुक्र अदा करना चाहिए कि अल्लाह ने आपको ये मनसब दिया, ये दौलत दी, ये अजीम सरमाया दिया. इसके हासिल होने के बाद फिर किसी और चीज की तरफ आपकी नजर नहीं उठनी चाहिए कि काश मैं भी ये हो जाता, वो हो जाता, वो पढ़ लेता, ये पढ़ लेता. लेकिन नहीं, आप तो सबसे ऊंची चीज जो रसूलुल्लाह लाए थे और छोड़कर तशरीफ ले गए थे, उसको हासिल करने में अल्लाह ने आपको कामयाबी दी. इस मनसब की कदर कीजिए, इस दौलत की कदर कीजिए और अपनी हैसियत का एहसास कीजिए और मारिफत नफ्स जिसे कहते हैं, अपने आप को पहचानिए कि आप कौन हैं और क्या मकाम है आपका, क्या दर्जा है आपका. आप वारिसे पैगंबर हैं, रसूलुल्लाह की वरासत पाने वाले हैं. आपने जो तरका छोड़ा है उस तरके को आपने हासिल किया है. इसके बाद फिर किसी और चीज की तरफ आपकी तवज्जो नहीं होनी चाहिए. और वो खिदमत जो रसूलुल्लाह ने अंजाम दी सल्लल्लाहु अलैहि वसल्लम, उसी खिदमत के मुख्तलिफ शोबे हैं और उन शोबों में से किसी न किसी शोबे में लगकर आपको दीन की खिदमत का सिलसिला जारी रखना चाहिए. ബഹുമാനരായ ഫുളലാക്കളായ ഉലമാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വളരെ വിലപ്പെട്ട അള്ളാഹുവിന്റെ നിഅമത്താണ്. ഏറ്റവും ഉയർന്നതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീനിന്റെ അറിവ് ഇതിനേക്കാൾ ഉയർന്നതായ ഒരു വസ്തുവും നൽകാനില്ല. അത്ര വിലപ്പെട്ട അനുഗ്രഹമാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഇത് കരസ്ഥമായതിനു ശേഷം മറ്റൊന്നിലേക്കും നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നോട്ടം മറ്റെന്തിലേക്കും, ഒരു വസ്തുവിലേക്കും തിരിയാൻ പാടില്ല. അത് പഠിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, ഇത് പഠിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ആയെങ്കിൽ എന്നുള്ള ചിന്തയെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അത് കിട്ടിയതിന് ശേഷം മറ്റൊന്നിലേക്ക് തിരിയരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരസ്വത്താണ്. തങ്ങളുടെ അനന്തരസ്വത്ത് അള്ളാഹു തആല നൽകിയതിന് ശേഷം മറ്റൊന്നിലേക്കും വേറെ അതിനേക്കാൾ ഉയർന്ന ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് മറ്റൊന്നിലേക്കും തിരിയാൻ പാടില്ല. അതിനെ മുറുകെ പിടിച്ച് ഏറ്റവും ഉയർന്ന സ്വത്താണ് എന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏത് സേവനങ്ങളാണോ ചെയ്തിരുന്നത് അതിനെ മനസ്സിലാക്കി അതിന്റെ ഏതെങ്കിലും ഒരു ശോഭ, ഏതെങ്കിലും ഒരു ശാഖയിൽ ദീനിന്റെ ഖിദ്മത്ത് സേവനം ചെയ്ത് കഴിഞ്ഞുകൂടി അതിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ചെലവഴിക്കണം. അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ദീനിന്റെ പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്തിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന്, അതിനേക്കാൾ ഉയർന്നതായി മറ്റൊന്നിനെയും കാണരുത്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സേവനം ചെയ്ത് അതിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കഴിച്ചുകൂട്ടുകയും അതാണ് ഏറ്റവും ഉയർന്നതെന്നും അതിലാണ് എല്ലാ നിലയിലുള്ള മഹത്വമെന്നും അതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്നും മനസ്സിലാക്കി അതിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടത്. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम पहले हाफिज हैं, आप भी हाफिज हुए। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम सबसे बड़े आलिम हैं, आपने भी इल्म हासिल किया। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम मसाइल बताने वाले, समझाने वाले, हुक्म शरीयत बताने वाले, इफ्ता का शोबा संभालने वाले बने थे। आप भी वो खिदमत अंजाम दे सकते हैं। रसूलुल्लाह मामलात में लोगों के फैसले फरमाते थे, आप भी मनसब क़ज़ा पर फाइज हो सकते हैं। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तबलीग व दावत का फरीज़ा अंजाम देते रहे थे, आप भी इस खिदमत में हिस्सा ले सकते हैं और मुबल्लिग और दाई की हैसियत में अपनी जिंदगी को गुजार सकते हैं। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम इमामत फरमाते थे, आप भी इमाम बनकर अपने आप को रसूलुल्लाह का नाइब बना सकते हैं। मैंने अखीर में इमामत का जिक्र किया और बहुत से शोबे। आम तौर पर अच्छा पढ़ने वाले, जय्यद तालिब इल्म और ज़हीन तालिब इल्म पढ़ने पढ़ाने को, दर्स व तदरीस को तरजीह देते हैं, देना चाहिए, मुझे उससे इनकार नहीं। लेकिन अगर कभी उनको इमामत की खिदमत में मौका मिल जाता है तो उनको परेशान नहीं होना चाहिए कि मैं इमाम बन गया। कभी कभी मैं तलबा से पूछता हूँ, यहाँ भी है सबीलुर रशाद के पढ़े हुए, क्या करते हैं तो लहजा थोड़ा सा कमजोर हो जाता, इमामत करता हूँ। मैं बोलता हूँ इमामत को इतना आहिस्ता क्यों बोलते, जोर से बोलिए और खुश होकर बोलिए कि मैं इमामत कर रहा हूँ। इमामत को मामूली न समझिए, इस खिदमत को दूसरे दर्जे की खिदमत न समझिए। कोई समझे तो समझा करे, लेकिन आलिम दीन को तो नहीं समझना चाहिए। इसलिए कि अगर आप गौर फरमाएंगे, मैं बार बार कहता रहता हूं कि हुजूर अनवर सल्लल्लाहु अलैहि वसल्लम की खिदमत जो मुख्तलिफ शोबों में रही हैं सब तस्लीम, लेकिन जो खिदमत मुसलसल बिला नागा आप फरमाते रहे हैं वो इमामत की खिदमत। हमेशा 5 वक्ता नमाजों की इमामत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम जिंदगी भर फरमाते रहे। आखिरी ज़माने में तकलीफ बढ़ गई तो हज़रत अबू बकर से इमामत करवाई रज़ियल्लाहु अन्हु, लेकिन उसके अलावा दिनों में हमेशा आप इमाम रहे, मुसलसल इमाम रहे। फतवा लेने वालों ने फतवा लिया, मसला मालूम करने वालों ने मसला मालूम किया,
आपने जवाब दे दिया, कभी कोई मामला आया फैसला कर दिया आपने। इसी तरह और चीजों को देखिए, लेकिन इस इमामत में कहीं खलल, कहीं नागा, कहीं गैर हाजिरी आप नहीं पाएंगे। मुसलसल खिदमत, तो ये एक खिदमत है जो रसूलुल्लाह की दवामी खिदमत है। अगर अल्लाह ने आपको इसका मौका दे दिया तो इसको मामूली न समझिए, बल्कि इस पर अल्लाह का शुक्र अदा कीजिए कि मैं भी इमामत कर रहा हूं। दूसरी बात आपने गौर फरमाई कि जितनी खिदमात हैं और उनके शोबे हैं वो सब रसूलुल्लाह के जिंदा फरमूदा हैं। आपने उनको हयात बख्शी है और उसी के मुताबिक काम चल रहा है, लेकिन थोड़ी बहुत तब्दीली, थोड़ा बहुत फर्क नज़्म इंतज़ाम में ज़रूर हुआ है। रसूलुल्लाह मुअल्लिम है, इन्नमा बुइस्तु मुअल्लिमन, मुझे मुअल्लिम बनाकर भेजा गया है। कुरान मजीद में फरमाया गया व युअल्लिमुहुमुल किताब वल हिक्मा, रसूलुल्लाह किताब व हिकमत की तालीम देते हैं। हम भी मदरसों में पढ़ते हैं, ठीक है, लेकिन क्या इसी तरह की तालीम होती थी रसूलुल्लाह की? किताब खुली हुई हो, तालिब इल्म इबारत पढ़ता हो, उस्ताद उसे समझाता हो, तिपाइयों पर किताबें रख, जी नहीं, ये सब नहीं था। तालीम तो है और तालीम वही है, लेकिन थोड़ा बहुत फर्क तो हुआ, इसलिए हमको सोचना चाहिए। लेकिन इमामत को देखिए, कोई फर्क है, कोई तब्दीली हुई है? कोई तब्दीली नहीं। वही 5 वक्त की नमाजें, वही नमाजों की रकातें, वही क़याम, वही रुकू, वही सजदा, वही क़ादा, वही तस्बीहात, वही तकबीर, वही तस्लीम, वही मेहराब, वही मिंबर, वही क़िबला, वही औकात। कोई भी तो फर्क नहीं हुआ। जिस तरह रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम नमाजें पढ़ाते रहे थे, आज भी आइम्माए किराम खुश नसीब हजरात उसी तर्ज को बाकी रखे हुए हैं और उनमें कोई तब्दीली नहीं हुई है। तो फिर अल्लाह का कितना बड़ा फजल व एहसान है आइम्मा पर कि अला मिनहाजिन नबुव्वत, रसूलुल्लाह के तरीके पर अगर कोई इबादत चल रही है तो वो नमाज है। बाकी चीजों में कुछ न कुछ फर्क आया है और वो हालात का तकाजा है, उसे मैं गलत नहीं कह रहा हूं, लेकिन तब्दीली तो हुई, लेकिन इसमें कोई तब्दीली नहीं। इसलिए आपको इत्मीनान रखना चाहिए कि मैं जो खिदमत कर रहा हूं वो रसूलुल्लाह की सुन्नत के मुताबिक आपके तरीके पर अला मिनहाजिन नबुव्वत ही खिदमत है। तो इसको मामूली न समझिए और अल्लाह का शुक्र अदा कीजिए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഹാഫിളാണ്. നിങ്ങളും ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന എല്ലാ കാര്യങ്ങളും ശരിയായ നിലയിൽ മനസ്സിലാക്കിയ ആലിമായിരുന്നു. ഇൽമ ധാരാളമായി ഉള്ള ആളായിരുന്നു. നിങ്ങൾക്കും ആ ഇൽമിൽ നിന്ന് അല്പം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് നിയമങ്ങളും മസലകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. തങ്ങൾ ആളുകളുടെ വിഷയങ്ങൾ തങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകിക്കൊണ്ട് തങ്ങൾ ഫത്വായുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരുന്നു. നിങ്ങളും ജനങ്ങൾക്ക് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഇടപാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് തീരുമാനം പറഞ്ഞിരുന്നു. അതിന്റെ തീരുമാനം നടപ്പിലാക്കി അവർ തമ്മിൽ അവരുടെ പ്രശ്നങ്ങളെ തീർത്തു കൊടുത്തിരുന്നു. നിങ്ങൾക്കും ആ നിലയിൽ തീരുമാനങ്ങൾ പറയാൻ, ഖള നടത്താനുള്ള കഴിവുള്ളവരാണ്. ഇതേ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലുള്ള സേവനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തും ചെയ്തിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായിരുന്നു. തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ഇമാമായിരുന്നു. ഇമാമത്ത് തങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊരു സാധാരണ ഹിദ്മത്തായിട്ട് ഇമാമത്ത് മുതഅല്ലിമീങ്ങളോട് പലപ്പോഴും ഹദ്റത്ത് അവർ പറയുന്നു, സബീലുർ റിസാദിലും വരുന്ന മുതഅല്ലിമീങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് ജോലി, ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ വളരെ മടിച്ച് ശബ്ദം താഴ്ത്തി ഇമാമത്താണ് എന്ന് പറയാറുണ്ട്. ഞാൻ അവരോട് പറയുമായിരുന്നു, ഉറക്കെ പറയും, എന്തിനാണ് നിങ്ങൾ
ഇത്രയും മടിച്ചു പറയുന്നത്, ഇമാമത്തിനെ അങ്ങനെ മോശമായി കണക്കാക്കുന്നത് സന്തോഷത്തോടു കൂടി പറയും ഇമാമത്താണ്, ഇമാമത്തിന്റെ ജോലിയാണ് എന്ന്. ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത്. നല്ല കഴിവുള്ള, നല്ല യോഗ്യതയുള്ള, ശരിയായ നിലയിൽ പഠിച്ച് വളർന്ന നല്ല ആലിമീങ്ങൾ അവർ ദർസ് നടത്താൻ, അവർ തദ്രീസിന് ആഗ്രഹമുള്ളവരായിരിക്കും, പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ഇമാമത്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നും, അതിനെ എന്തോ ചെറിയ കാര്യമായി കണക്കാക്കും. യഥാർത്ഥത്തിൽ ഇമാമത്തിനെ ചെറുതായി നിസ്സാരമായി കണക്കാക്കരുത്. കാരണം ഇമാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തങ്ങളുടെ ഖിദ്മത്തിന്റെ ശുഅബാക്കളിൽ, ശാഖകളിൽപ്പെട്ട ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവനും മുടങ്ങാതെ ചെയ്ത ഒരു സേവനം ഇമാമത്തിന്റെ സേവനമാണ്. തങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒരിക്കലും മുടങ്ങാതെ തങ്ങൾ ദിവസവും കൃത്യമായ നിലയിൽ 5 നേരവും നമസ്കരിച്ചു കൊണ്ടിരുന്നു ഇമാമായിട്ട്. തങ്ങൾക്ക് അവസാനം രോഗിയായി തങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്ന സന്ദർഭത്തിൽ മാത്രമാണ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന്റെ പകരമാക്കിയത്. അല്ലാത്ത ബാക്കി തങ്ങളുടെ ജീവിതകാലത്ത് മുഴുവനും ഒരിക്കലും മുടക്കാതെ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ഇമാമത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമായിരുന്നു. തങ്ങൾ മസല ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, പ്രശ്നങ്ങളിൽ വിധി പറയുമായിരുന്നു. ഇതൊക്കെ എപ്പോഴെങ്കിലുമെല്ലാം ചെയ്യും, ആവശ്യത്തിനനുസരിച്ച് തങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ഇമാമത്ത് ഒരിക്കലും തങ്ങൾ മുടക്കാതെ ചെയ്തുകൊണ്ടിരുന്ന, ഒരു ദിവസവും മുടങ്ങാതെ ദിവസവും 5 നേരം തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഖിദ്മത്തായിരുന്നു. വളരെ കൃത്യമായ നിലയിൽ അതിനൊരിക്കലും മാറ്റം വന്നിട്ടില്ല. മാത്രമല്ല ഇന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, എന്നെ പഠിപ്പിക്കാൻ മുഅല്ലിമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹുവും പറഞ്ഞു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, തങ്ങൾ ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ വചനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അന്നത്തെ പഠിപ്പീരും താലീമും ഇന്നത്തതുമായിട്ട് എത്ര വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അന്ന് കിതാബുകളില്ലായിരുന്നു. കിതാബുകൾ നിവർത്തി വെച്ച് ഉസ്താദിന്റെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇബാറത്തുകൾ വായിച്ചു കൊടുത്ത് ഉസ്താദ് അതിനെ മനസ്സിലാക്കി കൊടുത്ത് മേശപ്പുറത്ത് കിതാബുകൾ വെച്ച് ഇരിക്കുന്ന ഈ അവസ്ഥകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അവസ്ഥകളുടെ, കാലത്തിന്റെ, സാഹചര്യത്തിന്റെ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നുപോയി. ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഇത് തെറ്റാണെന്നോ മോശമാണെന്നോ എന്നും ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല. അതെല്ലാം സാഹചര്യങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ എല്ലാ ഖിദ്മത്തുകളിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നുപോയി. എന്നാൽ ഇമാമത്തിൽ ഇന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ അതേ നിലയിൽ നടക്കുന്നു. ഇമാമത്ത് ഇന്നും നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അതേ നമസ്കാരം, അതേ റക്അത്തുകൾ, അതേ തസ്ബീഹുകൾ, അതേ തക്ബീർ, അതേ തസ്ലീം, അതേ സമയങ്ങൾ, ഒരു വ്യത്യാസവും ഇല്ലാതെ നമസ്കാരം അതേ നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ 5 വക്തിന്റെ ഇമാമത്ത്. ഒരു ഇമാമും ഇന്നോളം നമസ്കാരത്തിന്റെ ഒരു രീതിയിലും മാറ്റം വരുത്തിയിട്ടില്ല. ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. ഇന്ന് നിലകൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ നുബുവത്തിന്റെ രീതിയിൽ മിൻഹാജുൻ നുബുവയിൽ ഇന്ന് നടക്കുന്ന ഒരേ ഖിദ്മത്ത് ഇമാമത്ത് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നിസ്സാരമായി കാണരുത്. കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ച അതേ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇമാമത്ത് മാത്രമാണ് ഖിദ്മത്തിൽ. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണരുത്, അതിനെ ചെറുതായി കാണുന്നു. ആരെങ്കിലുമെല്ലാം ചെറുതായി കാണുന്നെങ്കിൽ അവർ കണ്ടോട്ടെ. പക്ഷെ അറിവുള്ളവർ, ആലിമീങ്ങൾ ഒരിക്കലും ഇതിനെ നിസ്സാരമായി ചെറുതായി കാണാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത തങ്ങളുടെ മിൻഹാജുൻ നുബുവയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ മാറ്റമില്ലാതെ തുടരുന്ന തങ്ങളുടെ ജീവിതകാലത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാതെ, നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലല്ലാതെ മറ്റൊരിക്കലും ഒഴിവാക്കാതെ നിലനിർത്തിയിരുന്ന പരിശുദ്ധമായ ഖിദ്മത്താണ് ഇമാമത്തിന്റെ. അതുകൊണ്ട് ഇമാമത്തിന്റെ ഖിദ്മത്ത് ആർക്കെങ്കിലും കിട്ടിയാൽ സന്തോഷമായ നിലയിൽ അതിനെ നിർവഹിക്കുകയും അത് വളരെ ഉയർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും ചെയ്ത ഖിദ്മത്താണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടുകൂടി അതിന്റെ കടമകളെ പാലിച്ച് ശരിയായ നിലയിൽ അതിനെ നിർവഹിക്കുകയും ചെയ്യണം. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിദ്മത്തിന്റെ സേവനത്തിന്റെ ഏതെങ്കിലും മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. मैं आपको मुबारकबाद देता हूँ, आपके वालिदैन को मुबारकबाद देता हूँ, मदरसे के मोहतमीम मोहतरम हज़रत मौलाना अब्दुल करीम साहब को मुबारकबाद देता हूँ, हज़रत असातिज़ा को मुबारकबाद देता हूँ कि अल्लाह ने इन तमाम की खिदमात के मुश्तरका खिदमात के नतीजे में
ये मनसब आपको दिया, इस मकाम पर आपको पहुंचाया, आपको भी अल्लाह का शुक्र अदा करना चाहिए और अपने असातिज़ा के साथ, अपने बड़ों के साथ, मदरसे के साथ अपना ताल्लुक़ मज़बूत से मज़बूत तर रखना चाहिए और हमेशा अपने असातिज़ा के रूबरू खुर्दाना, शागिर्दाना, तिलमीज़ाना मिलते रहना चाहिए और उनकी दुआएं लेते रहना चाहिए। कभी भी किसी भी मौके पर अल्लाह आपको बहुत ऊंचा मकाम अता करे, कभी असातिज़ा के रूबरू इस अंदाज से नहीं आना चाहिए कि गोया उस्ताद तो वही हैं, मैं तो बहुत ऊंचा हो चुका हूँ, बहुत मकबूल बन चुका हूँ, लोग मेरे हाथ चूमते हैं, मेरी तकरीरें सुनते हैं। ये जज्बा कभी भी नहीं आना चाहिए। अल्लाह तबारक व तआला आपकी हिफाजत फरमाए, आपको तरक्की अता फरमाए। നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ആശംസകൾ നേരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കും ആശംസ നേരുന്നു. സ്ഥാപനത്തിൻ്റെ നേതാവായ ഹദ്റത്ത് അബ്ദുൽ കരീം അവറുകൾക്കും ആശംസകൾ നേരുന്നു. ഉസ്താദന്മാർക്കും ആശംസകൾ നേരുന്നു. കാരണം ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് നിങ്ങളെ ഈ രൂപത്തിലാക്കിയെടുക്കാൻ സാധിച്ചത്. നിങ്ങൾ ഈ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ മഹത്വത്തിൻ്റെ വില ഉള്ളവരായിരിക്കണം, അറിയുന്നവരായിരിക്കണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടവരാണ്. നിങ്ങൾ അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകണം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉസ്താദന്മാരുമായി ബന്ധപ്പെടുന്നവരും അവരെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവരോട് ദുആ ആഗ്രഹിക്കുന്നവരും അവരുടെ മുമ്പിൽ നിങ്ങൾ ബന്ധപ്പെടുകയും വിദ്യാർത്ഥികളെ പോലെ താഴ്മയോടെ വിനയത്തോടെ അവരുമായി ബന്ധപ്പെട്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവരുടെ ദുആക്കൾ തേടുകയും ചെയ്യുന്നവരായിരിക്കണം. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏതെങ്കിലും ഉയർന്ന സ്ഥാനങ്ങൾ, മഹത്വങ്ങൾ നൽകിയാൽ ഒരിക്കലും നിങ്ങളുടെ ഉസ്താദന്മാരെ നിങ്ങൾ ചെറുതായി കാണരുത്. അവർ ഉസ്താദ് ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ്, ഞാൻ വളരെ വലുതായി പോയി, ആളുകൾ എന്നെ ബഹുമാനിക്കുന്നു, എൻ്റെ പ്രസംഗങ്ങൾ ആളുകൾ വളരെ മതിപ്പോടുകൂടി കേൾക്കുന്നു, എന്നെ കാണുമ്പോൾ അവർ പിടിച്ച് എൻ്റെ കൈ ചുംബിക്കുന്നു, എനിക്ക് വലിയ മഹത്വവും സ്ഥാനങ്ങളും ഒക്കെ നൽകുന്നല്ലോ, ഞാൻ വലിയ ആളായി പോയി എന്ന് ഉസ്താദിന്റെ മുമ്പിൽ ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ ബന്ധപ്പെടുകയോ ഈ അവസ്ഥ ഉസ്താദന്മാരുടെ മുമ്പിൽ വെളിവാക്കി കാണിക്കാൻ ഇടയാവുകയോ ചെയ്യരുത്. അവരോട് താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അവരെ ഉസ്താദന്മാരെ കണക്കാക്കി ആ നിലയിൽ അവരുമായി ബന്ധപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ ഉയർന്ന നിഅമത്തുകളെ മനസ്സിലാക്കി അല്ലാഹു ചെയ്ത ഈ അനുഗ്രഹത്തിന് എന്നും നന്ദിയുള്ളവരായി എന്നും ശുക്റുള്ളവരായി നിങ്ങൾ കഴിഞ്ഞുകൊടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ അല്ലാഹു എന്നെന്നും കാത്തു സൂക്ഷിച്ച് നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ഈ അനുഗ്രഹങ്ങൾ നിലനിർത്തി അതിന്റെ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ. मैं एक बार फिर हज़रत मौलाना अब्दुल करीम साहब का दामत बरकातहुम शुक्रिया अदा करता हूँ। मदरसे के ज़िम्मेदारों का शुक्रगुजार हूँ, असातिज़ा का शुक्रिया अदा करता हूँ कि उन्होंने मुझे यहाँ बुलाया, हुक्म दिया, मेरा एज़ाज़ व इकराम फरमाया और इतनी देर तक बोलने का मौका भी दिया। आप हज़रात का भी ममनून हूँ, सामीईन किराम का और हाज़िरीन गिरामी का, कि मेरी इस तालिब इल्माना समा खराशी को आपने बड़े सुकून और सब्र ज़ब्त के साथ बर्दाश्त फरमाया। अल्लाह तबारक व तआला की हम्द व सना और शुक्र करते हुए रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के दरबार आली में हदिया दरूद सलाम फिर एक बार पेश करने की सआदत पाते हुए इजाज़त चाहता हूँ। मेरे बुज़ुर्ग और मोहतरम हज़रत मौलाना का खुसूसी शुक्रिया अदा करता हूँ कि उन्होंने मेरी तालिब इल्माना गुफ्तगू को बड़े अच्छे अंदाज में तर्जुमा करके आपके सामने पेश किया। मैं हमेशा कहता भी हूँ, सोचता भी हूँ, समझता भी हूँ कि मेरे बजाय हज़रत ख़ुद खिताब फरमाते तो इससे बेहतर तकरीर होती, लेकिन बहरहाल मदरसे के ज़िम्मेदारों का ये फ़ैसला था। मैंने जो भी अर्ज़ किया मौलाना को मैं उसका शुक्रिया अदा करता हूँ कि उन्होंने बड़ी मोहब्बत से, बड़े ताल्लुक़ से, सही अंदाज में, बल्कि बेहतर अंदाज में आपके सामने मेरी बात रखी। अल्लाह इनको भी जज़ाए खैर दे। व आखिर दावाना अनिल हम्दुलिल्लाहि रब्बिल आलमीन। ഹദരത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് ദാമത് ബർക്കാത്തുഹും അവർക്ക്, അതുപോലെ മദ്രസയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്കും ഉസ്താദന്മാർക്കുമെല്ലാം ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഈ പരിശുദ്ധമായ ഈ സദസ്സിലേക്ക്, മദ്രസയിലേക്ക് എന്നെ വിളിക്കുകയും കൊണ്ടുവരികയും ചെയ്ത് അതിനുള്ള അവസരം നൽകി
ശ്രോതാക്കളായ സദസ്യരായ നിങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഒരു വിദ്യാർത്ഥിയെപ്പോലുള്ള ഉപദേശങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾ സമാധാനത്തോടുകൂടി ഇത്ര ദീർഘമായ നേരം വളരെ അച്ചടക്കത്തോടുകൂടി ഇരുന്ന് കേട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ സലാത്ത് സലാമിൻ്റെ ദുആയുടെ എല്ലാം പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്ന ഭാഗ്യം നേടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അതിനകത്ത് എല്ലാ സമയത്തും പറയാറുള്ളതാണ്, എപ്പോഴും പറയുന്ന കാര്യവുമാണ്. എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിച്ചേനെ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് എഴുന്നേറ്റ് പോകും. ഇപ്പൊ സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് എപ്പോഴും സാധാരണ പറയാറുള്ള വാക്കാണ്, എന്നെ മാത്രം വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ അതിനകത്തിനേക്കാൾ നന്നായി സംസാരിക്കുമായിരുന്നു. നന്നായി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അർത്ഥവുമാകാം. ആരും സദസ്സിലില്ലാതെ കാലിയാകുന്ന തരത്തിലും നന്നാക്കാം. ഏതായാലും ഹദറത്ത് എപ്പോഴും പറയാറുള്ളതാണ്. ഹദറത്തിൻ്റെ താഴ്മയും വിനയവും കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും ശുക്ർ ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അല്ലാഹു തആല ഹദറത്തിൻ്റെ ദുആകളെ ആഗ്രഹിക്കാനും നേടാനും അത് കരസ്ഥമാക്കാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. ജസാകുമുല്ലാഹു അഹ്സനൽ ജസാ വനഷ്കുറുക്കും ശുക്രൻ ജസീലൻ ജമീലൻ ദായിമ.